കണ്ണാടിയിലെ 170 നമ്പർ ബൂത്തിൽ ഒരു വോട്ട് LDF ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ വിവരങ്ങളുമായി ഇപ്പോൾ ഇത് തേങ്കുറിശ്ശിയിലെ AN സുരേഷ് ബാബു ആരോപണം ഉന്നയിച്ച വോട്ടറാണ്. ആ 2700 പെടുന്നതാകാൻ സാധ്യതയുണ്ട്. അർജുൻ, എന്താണ് വിവരം? വോട്ടർ തേങ്കുറിശ്ശിയിൽ സ്ഥിരതാമസം എന്ന ആരോപണം LDF ഉയർത്തുന്നു. എന്താണ് അവിടെ കാണാനാകുന്നത്? സ്മൃതി, ഇപ്പോൾ കണ്ണാടി പഞ്ചായത്തിലുള്ള 170 നമ്പർ പോളിംഗ് ബൂത്തിൽ ഒരു വോട്ടറെ ഇപ്പോൾ LDF ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ വോട്ടർ പോളിംഗ് ബൂത്തിൽ പ്രവേശിച്ച് വോട്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് LDF ഈ വോട്ട് ചലഞ്ച് ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വോട്ടർ കണ്ണാടി പഞ്ചായത്തിലല്ല, തൊട്ടടുത്ത മണ്ഡലത്തിൽ കൂടിയായ തേങ്കുറിശ്ശി പഞ്ചായത്തിലാണ് ഈ വോട്ടർ താമസിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചലഞ്ച് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലടക്കം ഇതേ ബൂത്തിൽ നിന്ന് വോട്ട് ചെയ്തു എന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുന്നുണ്ട്. ഏതായാലും നേരത്തെ കണ്ണാടി പഞ്ചായത്തിലെ 170 നമ്പർ ബൂത്തിൽ തന്നെയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഈ സ്ത്രീ വോട്ട് ചെയ്തത് എന്നൊരു സംശയം ഉയരുന്നുണ്ട്. ഏതായാലും LDF ഇത്തരമൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. അവർ ആ വോട്ട് ചലഞ്ച് ചെയ്തിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രവർത്തകർ പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട തമ്മിൽ ഒരു വാക്തർക്കമുണ്ടാവുന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത്. എന്തായാലും ഇതിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുകയാണ്. എന്തായാലും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്മൃതി, വനിതാ വോട്ടറാണ് ഇവർ. തേങ്കുറിശ്ശി പഞ്ചായത്തിൽ സ്ഥിരതാമസമാണ് എന്നാണ് LDFന്റെ ആരോപണം. ഇവർ കണ്ണാടി പഞ്ചായത്തിലല്ല എന്നാണ് LDFന്റെ പരാതി. ഇവർ കണ്ണാടി പഞ്ചായത്തിൽ ഉൾപ്പെട്ടത് എങ്ങനെ എന്നുള്ളത് വോട്ട് ചലഞ്ച് ചെയ്യുമ്പോൾ എവിടെയാണോ അവർ താമസിക്കുന്നത് ആ താമസ രേഖയടക്കം വെച്ചുള്ള ചലഞ്ചിങ് ആണോ അവിടെ നടന്നിരിക്കുന്നത്? അർജുൻ, സുജയ്, ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പോളിംഗ് ബൂത്തിനുള്ളിലാണ് ഏജന്റുമാരടക്കമാണ് ഇപ്പോൾ ചലഞ്ച് ചെയ്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അവരുടെ ഒരു പ്രതികരണം തേടേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ വോട്ടർക്ക് വോട്ട് ചെയ്യാൻ, ഈ വോട്ടറെ ഇപ്പോൾ വോട്ട് ചെയ്യാൻ അനുവദിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഒരു പക്ഷേ വോട്ടർ വോട്ട് ചെയ്ത് തിരിച്ചിറങ്ങുമ്പോൾ വോട്ടറോട് തന്നെ ഈ കാര്യങ്ങൾ ചോദിക്കാൻ കഴിയും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇവർ എവിടെയാണ് വോട്ട് ചെയ്തത്, ഇവരുടെ യഥാർത്ഥ മേൽവിലാസം എവിടെയാണ്, ഇപ്പോൾ ഏത് വിലാസത്തിലാണ് ഇവർ താമസിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും എന്താണ് ശരിക്കും അവർ തേങ്കുറിശ്ശി പഞ്ചായത്ത്